ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ്. എൻ്റെ പേര് അശ്വിനി എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് കുട്ടികളുമായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഒരു ചെറിയ കുടുംബം. എൻ്റെ പേര് അശ്വിനി എന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കൊരു 44 വയസ്സുണ്ടാവും. എൻ്റെ ഭർത്താവിനാണെങ്കിൽ 50. അദ്ദേഹത്തിൻ്റെ പേര് നിഖിൻ എന്നാണ്. ഞങ്ങൾക്ക് 2 മക്കൾ. ഒരു മൂത്തവൻ ഒരു 22 വയസ്സുള്ള മകനാണ്. പിന്നെ ഒരു മോളും കൂടി ഉണ്ട് ഞങ്ങൾക്ക്. ഒരു ചെറിയ കുടുംബമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും നല്ല രീതിയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല എന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം. അങ്ങനെ ചൊവ്വാദോഷമുണ്ട് എന്ന് പറഞ്ഞ് പല ആലോചനകളും മുടങ്ങിപ്പോയിരുന്നു. ഒന്നും ഉറപ്പിക്കാനാകാതെ കഷ്ടപ്പെടുകയായിരുന്നു ഞാനും എൻ്റെ ഭർത്താവ് നിഖിനും. അപ്പോൾ എൻ്റെ ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് ജോലി ആവശ്യത്തിനായി പലയിടങ്ങളിൽ മാറി നിൽക്കേണ്ടി വരുമായിരുന്നു. എൻ്റെ മകളുടെ ജാതകം ഒരു പണ്ഡിതനെ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ജാതകദോഷത്തിനായി ഹരിദ്വാറിൽ ഒരു ആഴ്ചത്തെ പൂജ നടത്തണമെന്ന്. ഭർത്താവിന് അത്രയും നാൾ വന്ന് നിൽക്കാനും പറ്റില്ല, ജോലിയുടെ തിരക്കുകൾ കാരണം. അങ്ങനെ ഞാനും മക്കളും കൂടി പോകാമെന്ന് തീരുമാനിച്ചു. രാത്രിയാണ് ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടത്. രാവിലെ ഹരിദ്വാറിലെത്തുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് ഭർത്താവ് മടങ്ങി. കൊച്ചിയിൽ ഞങ്ങളെ കൂടാതെ വേറെ കുറേ ആൾക്കാരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജാതകം കാണിച്ച പാണ്ഡിറ്റ്ജിയുടെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. പലപ്പോഴും അദ്ദേഹം എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മകനത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. രാത്രിയിൽ ആഹാരം കഴിച്ച് ഞങ്ങൾ 2 പേരും കിടക്കാൻ ഒരുങ്ങി. ഞാനും എൻ്റെ മകളും മിഡിൽ ബർത്തിലും അവനും പണ്ഡിറ്റ്ജിയും മുകളിലുമായിരുന്നു കിടന്നത്. ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള ദമ്പതികൾ താഴെയുമായിരുന്നു കിടന്നത്. ഞങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഞാനും എൻ്റെ മകളും ഒരു വശത്ത് പണ്ഡിറ്റ്ജിയും എനിക്കെതിരെയുള്ള ആയിരുന്നു ഇരുന്നത്. ആ ദമ്പതികൾ വഴക്കിട്ട് എവിടെയോ ഇറങ്ങിപ്പോയിരുന്നു. ഞങ്ങൾ 3 പേരും മാത്രമായി അവിടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വളരെയധികം ആകർഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പുള്ളി എന്നെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഒന്നും അനങ്ങാൻ പോയില്ല. എൻ്റെ സൗന്ദര്യം മറ്റൊരാൾ ആസ്വദിക്കുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ തോന്നുകയുള്ളൂ. ഏതൊരു പെണ്ണിനെയും പോലെ ഞാനും അത് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്താനിരുന്ന സ്ഥലത്തെത്തി. അവിടെ 2 മുറികൾ ബുക്ക് ചെയ്തു. ഒന്ന് അദ്ദേഹത്തിനും മറ്റേത് ഞങ്ങൾ 3 പേർക്കും കൂടി വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പൂജ തുടങ്ങാൻ 5 മണിയാകുമ്പോൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി. ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് 5 മണി ആവാറായപ്പോഴേക്കും ഞങ്ങൾ അവിടേക്ക് പോയി. ഞാനും എൻ്റെ മകളും ഒരേപോലത്തെ കസവ് സാരിയായിരുന്നു കൊടുത്തിരുന്നത്. എന്നെ കണ്ടതും അദ്ദേഹത്തിന് വളരെയധികം ആകർഷണീയമായി തോന്നിയെന്ന് തോന്നി. അങ്ങനെ ഞാനും അദ്ദേഹം റെഡിയാക്കി വെച്ചിരുന്ന കളത്തിൽ ഞാനും സ്വാതിയും കൂടി ഇരുന്നു. സ്വാതി എൻ്റെ മകളാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അതിലിരുന്നു. അല്പം കഴിഞ്ഞ് ഞങ്ങളോട് സ്നാനം ചെയ്തു വരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവിടെ കാണുന്ന ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയാലും മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശരീരമാക്കി നനച്ചുകൊണ്ട് വേറെ ഡ്രസ്സൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതൊന്നും കുഴപ്പമില്ല, 3 തവണ വെള്ളത്തിൽ മുങ്ങിയിട്ട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ മുങ്ങി നിവർന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ നോക്കി അവർ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു മടിയുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന് കയറി വരാൻ. കാരണം ഞാൻ നല്ല തടിച്ചിട്ടായതുകൊണ്ട് എനിക്ക് പണ്ട് മുതലേ ഒരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രസ്സുകളും മറ്റും. ശരീരം വളരെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും ഞാൻ ഇടാറുണ്ടായിരുന്നില്ല. അവരുടെ എക്സ്പ്രഷൻ കണ്ട് എനിക്കാണെങ്കിൽ ചിരി വന്നു. ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് മടങ്ങി. കിടന്നുറങ്ങിക്കോളാൻ പുള്ളി പറഞ്ഞു. നാളെ രാവിലെ വീണ്ടും 5 മണിക്ക് പൂജ തുടങ്ങണം. രാത്രി ഞാനും മകളും കൂടി ഉറങ്ങാൻ കിടന്നു. അപ്പുറത്താണ് എൻ്റെ മോന് ബെഡ് വിരിച്ചത്. രാത്രിയിലാണ് ഉറക്കം ശരിക്കും വരുന്നില്ലായിരുന്നു. പണ്ഡിറ്റ്ജിയോട് കുറേ കാര്യങ്ങൾ ചോദിക്കണം,
പൂജയുടെ മറ്റ് ഡീറ്റെയിൽസ് അറിയണം. ഇതെല്ലാം ശരിയാവുമോ എന്ന് അദ്ദേഹത്തോട് പേഴ്സണലായി ഒന്ന് ചോദിക്കണം. അദ്ദേഹത്തെ പോയിന്ന് രാത്രിയിൽ കണ്ടാലോ എന്ന് പോലും എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ മകൻ കൂടി ഉള്ളതുകൊണ്ട് അവൻ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് ഞാനാണെങ്കിൽ പോയതുമില്ല. പക്ഷേ എനിക്ക് തീരെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഒന്ന് പോയി നോക്കാമെന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടും നടക്കാത്തതിലുണ്ടായ വിഷമം വല്ലാത്ത വിഷമമായിരുന്നു. അങ്ങനെ അത് ആലോചിച്ച് വിഷമിച്ച് ഞാൻ എപ്പോഴാണ് ഉറങ്ങിയത് പോലും എനിക്കറിയില്ല. 5 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ അരികിൽ കിടന്നുറങ്ങുന്നത് എൻ്റെ മകനായിരുന്നു. അതിനും ശേഷം നോക്കിയപ്പോൾ സാധ്യമെല്ലാം റെഡിയായി നിൽക്കുന്നുമുണ്ട്. ഞങ്ങൾ പൂജാസ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹം അവിടെ കാത്തു നിൽപ്പുണ്ട്. നല്ല കാവി കളർ ഡ്രസ്സൊക്കെ ധരിച്ച് ആണ് അദ്ദേഹം ഞങ്ങളോട് വരാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ കാവി ഡ്രസ്സിൽ പോയി ഗംഗയിൽ മുങ്ങി വന്നപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും നോക്കുന്നു. ഈ കാലത്തും ഇതൊക്കെ വിശ്വസിച്ച് ഇത്തരം പൂജകൾ ചെയ്യുന്നുണ്ടോ എന്നാണോ എന്തോ വളരെ ആർത്തിയോടെ എന്തോ നോക്കുന്നു പരതുന്നത് പോലെ എനിക്ക് തോന്നി. അവസാനം നാളികേരം എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾ 3 പേരോടും പറഞ്ഞു. ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു. നാളെ ഒരു പ്രത്യേകതരം പൂജയുണ്ട്, നേരത്തെ തന്നെ വരണമെന്ന് അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു. 2 കുട്ടികളും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് പൂജയുടെ മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കാൻ ഇന്നും എനിക്ക് സാധിച്ചില്ല. അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം കൂടി വന്നു. ഞാൻ കണ്ണുകൾ കൊണ്ട് അദ്ദേഹത്തോട് പറയാതെ തന്നെ പറഞ്ഞു, എനിക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയണം. ഇത് ചെയ്താൽ ഫലം കിട്ടുമോ എന്നും എനിക്കറിയണം. എന്താണ് ഞാൻ ഈ പൂജയിലൂടെ ചെയ്യേണ്ടതെന്നും കൃത്യമായി അറിയണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ എനിക്കുണ്ടായിരുന്നു. അത് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൂടി വന്നു. അദ്ദേഹത്തെ കണ്ണുകൾ കൊണ്ട് ഞാനത് അറിയിച്ചു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി എന്നെനിക്ക് തോന്നി. അദ്ദേഹം തിരിച്ച് വല്ലാണ്ട് നോക്കുന്നുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകളുടെ ശരീരത്തിലെ എല്ലാ ദോഷങ്ങളും മാറി. പക്ഷേ എൻ്റെ ശരീരത്തിൽ ഇനിയും ദോഷങ്ങൾ കൂടിയിരിക്കുന്നുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റണം. അത് നല്ല പണിയുണ്ട്. നല്ല പൂജകൾ ചെയ്താൽ മാത്രമേ അതിനെനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ചടങ്ങുകൾ വിശദീകരിച്ചു. ഈറനെടുത്ത് രാവിലെ വരണം. തല മുതൽ കാൽപാദം വരെയുള്ള ദോഷങ്ങളെല്ലാം തടവി വെളിയിൽ കയറണം. സ്വാതി ചെയ്താൽ പോരെ? സ്വാമിജി, ഇല്ല, നിങ്ങളുടെ ശരീരത്താണ് ദോഷമുള്ളത്. നിങ്ങൾ തന്നെ വരണം. രാവിലെ ഈറിനടുത്ത് വന്നോളൂ. സ്വാതിയെ കൂട്ടണ്ട കേട്ടോ. നിങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി സ്വാമിജി എന്ന് പറഞ്ഞ് ഞാനും മടങ്ങി. ബാക്കി കഥ കേൾക്കണമെങ്കിൽ ടെലഗ്രാം ചാനലിലിടാം. കഥ കേൾക്കണമെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.